വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ തുടക്കത്തിൽ. കണ്ണൂരിൽ നമ്മൾ വളപട്ടണത്തിൽ നടന്ന വലിയ കവർച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഒരൊറ്റ ദിവസം 300 പവനും 1 കോടിയുമാണ് അടിച്ചുകൊണ്ട് പോയത്. അരിവ്യാപാരി അഷറഫിൻ്റെ വീട്ടിൽ നിന്ന് ഈ 300 പവൻ സ്വർണവും 1 കോടി രൂപയും കവർന്ന പ്രതി അതാരായിരിക്കും എന്ന് നമ്മൾ അന്ന് അന്തം വിട്ടിരുന്നു. പ്രതിയെ പിടികൂടി. കക്ഷി ആരാണെന്നറിയാമോ? ഈ അഷറഫിൻ്റെ അയൽവാസിയായ ലിജീഷ്. കഴിഞ്ഞ മാസം 20-നായിരുന്നു മോഷണം. പ്രതിയിൽ നിന്ന് സ്വർണവും പണവും പോലീസ് കണ്ടെടുത്തു. കൂടുതൽ പേരുടെ സഹായം ലഭിച്ചോ എന്ന് പോലീസ് അന്വേഷിക്കും. അർജുൻ കല്യാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. ഒടുവിൽ ആ പ്രതിയെ കിട്ടിയല്ലേ? അയൽവാസി നല്ല ഒന്നാന്തരം കള്ളനാണല്ലോ. എന്താണ് സംഭവിച്ചത് അർജുൻ കല്യാട്? ഗുഡ് മോർണിംഗ് അരുൺ. അതായത് ഈ വളപട്ടണത്തെ മണ്ണയിലെ മോഷണം നടന്ന ഘട്ടത്തിൽ തന്നെ വലിയ സംശയങ്ങളായിരുന്നു. അതായത് ആരാണ് മോഷണം നടത്തിയത്? ഇതര സംസ്ഥാന തൊഴിലാളികളാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ള രീതിയിലുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ രീതിയിൽ പോലീസിന് സംശയമുണ്ടാക്കിയത് ഈ പ്രതി മോഷണശേഷം തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിലൂടെ വളപട്ടണം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോയിരുന്നു. അപ്പോൾ പ്രതി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന് ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ മുഖാന്തരം രക്ഷപ്പെടാനുള്ള പ്രതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കണം എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തി. പിന്നീടാണ് പോലീസിന് CCTV-യിൽ നിന്നും ചില സൂചനകൾ ലഭിക്കുന്നത്. അതായത് ഈ പ്രതി 40 മിനിറ്റ് സമയം മാത്രമാണ് ഈ വീടിനകത്ത് ചിലവഴിച്ചിട്ടുള്ളത്. ഈ 19-ാം തീയതി KP അഷറഫും കുടുംബവും മധുരയിലെ വീട്ടിലേക്ക് പോയി. അവിടെ ഒരു ബന്ധുവിന്റെ വിവാഹത്തിന് വേണ്ടി അവിടെയുള്ള ഒരു കുടുംബാംഗത്തിന്റെ നാട്ടിലേക്ക് പോയി, മധുരയിലേക്ക് പോയി. അതിനുശേഷം 20-ാം തീയതിയാണ് ഈ വീട്ടിൽ മോഷണം നടക്കുന്നത്. 20-ാം തീയതി ഈ പ്രതി വീട്ടിലേക്ക് എത്തി 40 മിനിറ്റ് സമയം മാത്രമാണ് ആ അകത്ത് ചെലവഴിക്കുന്നത്. ആ 40 മിനിറ്റ് സമയം കൊണ്ട് ജനൽപ്പാളി അഴിച്ചു മാറ്റണം, അതിനുശേഷം അതിനകത്ത് കയറണം, ഈ ലോക്കർ കണ്ടെത്തണം, അതിനുശേഷം ഈ ലോക്കർ കുത്തി തുറന്ന് ഇത്രയും വലിയ അളവിലുള്ള 300 പവനും 1 കോടിയിലേറെ രൂപയും അവിടെ നിന്ന് കവർന്ന് കൊണ്ടുപോകുന്ന സമയം എന്ന് പറയുന്നത് 40 മിനിറ്റാണ്. അപ്പൊ ഈ 40 മിനിറ്റ് സമയം കൊണ്ട് എങ്ങനെയാണ് ഈ വീടിനെ പറ്റി, ഇതിന്റെ ലോക്കർ സംവിധാനത്തെ പറ്റി ഒന്നും തന്നെ പരിചയമില്ലാത്ത ഒരു വ്യക്തി ഇങ്ങനെ ഒരു മോഷണം നടത്തുക എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീടിനെയും പരിസര പ്രദേശത്തെയും ഒരു നല്ല ധാരണയുള്ള ഒരാളായിരിക്കണം കവർച്ച നടത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ അയൽവാസികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രദേശത്തെ മറ്റു വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഒരു അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് ഈ ലിജീഷിലേക്ക് എത്തുന്നത്. ലിജീഷിനെ കുറച്ചു ദിവസമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ലിജീഷിന്റെ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോണിലുള്ള ചില തെളിവുകൾ, അതുപോലെ തന്നെ ടവർ ലൊക്കേഷൻ എല്ലാം തന്നെ ശേഖരിച്ചതിന് ശേഷമാണ് പ്രതി ലിജീഷ് ആണ് എന്നുള്ള നിഗമനത്തിലേക്ക്. ലിജീഷിന് അറിയാമായിരുന്നിരിക്കണം അല്ലേ? അഷറഫ് സ്ഥലത്തില്ല, മധുരയിൽ പോയിരിക്കുകയാണ്. ഇവർ സുഹൃത്തുക്കളോ മറ്റോ ആണോ ഈ ലിജീഷും അഷറഫും? ലിജീഷും അഷറഫും സുഹൃത്തുക്കളാണ്, പരിചയമുള്ളവരാണ്. സുഹൃത്തുക്കളാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല, പക്ഷെ ഇരുവർക്കും തമ്മിൽ പരിചയമുള്ളതാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ 19-ാം തീയതി ഇദ്ദേഹം മധുരയിലെ ഒരു ബന്ധുവിന്റെ വിവാഹത്തിന് പോയിട്ടുണ്ട്. അല്പ ദിവസത്തിന് ശേഷം മാത്രമേ ഇവിടത്തേക്ക് മടങ്ങി എത്തുകയുള്ളൂ എന്നുള്ള നല്ല ധാരണ ലിജീഷിന് ഉണ്ടായിരുന്നിരിക്കണം. കാരണം 20-ാം തീയതി മോഷണം നടന്നതിന് ശേഷം 21-ാം തീയതിയും ലിജീഷ് ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്ന് ഒരു 10 മിനിറ്റ് സമയം മാത്രമാണ് ഈ വീട്ടിൽ ചെലവഴിക്കുന്നത്. കാരണം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം 20-ാം തീയതി ഈ മോഷണം നടത്തിയിട്ടുള്ള ഈ മോഷണം മുതൽ ഇവിടെ നിന്ന് പിന്നീടായിരിക്കണം ചിലപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടാവുക. അതുകൊണ്ട് 10-ാം തീയതി ഈ മോഷ്ടാവ് അവിടത്തേക്ക് വീണ്ടും 21-ാം തീയതി മോഷ്ടാവ് വീണ്ടും ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ എന്തായാലും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. മതിലൊക്കെ ചാടി മുകളിൽ കൃത്യമായിട്ട് ആ വീടിനെ കുറിച്ച്, അഷറഫിന്റെ വീടിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള കക്ഷിയാണ് ഈ ലിജീഷ് എന്നുള്ളത് ഉറപ്പാണ്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 300 പവൻ സ്വർണവും 1 കോടി രൂപയുമാണ് ഈ നല്ല അയൽവാസിയായ ലിജീഷ് അഷറഫിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. പോലീസിന് സംശയം തോന്നാനുള്ള കാരണം ആകെ 40-45 മിനിറ്റ് മാത്രമാണ് വീട്ടിനുള്ളിലും ഈ സ്വർണം പണമൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ ചെലവഴിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് സ്ഥലം ലൊക്കേഷൻ ഫിക്സ് ചെയ്ത് അവിടെ പോയി മോഷ്ടിച്ച് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഒരു സീസണിൻ്റെ കള്ളനല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പരമാവധി മുൻകരുതലെടുത്തു. ക്യാമറ കണ്ണുകളിൽ നേരിട്ട് പോയി പെടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു. അപ്പോൾ വീടിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് പോയത്. കേരള പോലീസ് സൂപ്പറല്ലേ? വളരെ പെട്ടെന്ന് തന്നെ ഈ 300 പവൻ സ്വർണവും 1 കോടി രൂപയും കവർന്ന പ്രതി ലിജേഷിനെ ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുന്നു. വീട്ടിൽ നിന്ന് സ്വർണവും പണവും കണ്ടെടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ അതിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇത് പരിശോധിച്ച
എന്നിട്ടാണ് പോലീസ് ലിജീഷിലേക്ക് എത്തിയത്. പാവം ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ നമ്മൾ സംശയിച്ചു. കുറുവാ സംഘമൊക്കെയാണ്. കുറുവാ സംഘമൊന്നുമില്ല, തൊട്ടപ്പുറത്തുള്ള അയൽവാസിയായിരുന്നു പൈസ അടിച്ചുകൊണ്ട് പോയത് എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലായിരിക്കും ഒരുപക്ഷെ അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? അതുവരെ സ്ഥിരമായിട്ട് കാണുന്ന അയൽവാസി വീട്ടിൽ കയറി പണമൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് വിഷമിക്കും, അല്ലേ? മാത്രമല്ല 300 പവനും 1 കോടിയുമാണ്, ഈ പണമല്ലല്ലോ.